Hi dears, how are you? Hope you're fine. Yes. Take your books. Welcome to our Hindi class. In the last class, we have learned about first chapter. All of you understand? Yes, did you understand very well that chapter? Okay, today we are going to start our second chapter. Chapter name Garam Jamun. Okay, all of you take your books and open page number 10. Garam Jamun. What's meaning Garam Jamun? Hot berries. Hot berries. Garam Jamun. Nyaval palam. Kettile? Yes. Listen. Move to the chapter. बच्चे कभी कभी अपनी चतुराई से बड़ों को हैरान कर देते हैं. बड़ों से कुछ जवाब देते ही नहीं बनता. तमिलनाडु की इस लोक कथा में भी एक छोटा सा चारवाहा कवयित्री ओवैयार को अपनी वाक चातुरी से निरुत्तर कर देता है. पहले ओवैयार कुछ लज्जित सा अनुभव करती है, बाद में प्रसन्न होकर उसे गला लगा देते हैं कि बच्चे कभी कभी अपनी चतुराई से, इंट्रोडक्शन इज दिस, बच्चे अपनी कभी कभी अपनी चतुराई से बड़ों को हैरान कर देता है. चिल्ड्रन समटाइम्स सरप्राइज द एल्डर्स विद their cleverness. This is such a story. ബച്ചെ കഭി കഭി അപ്നി ചതുരായി സെ, കുട്ടികൾ പലപ്പോഴും തങ്ങളുടെ ചതുരായി സാമർഥ്യം കൊണ്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താറുണ്ട്, വലിയവരെ എൽഡേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്താറുണ്ട്. ബഡോ സെ കുച്ച് ജവാബ് ദേത്തെ ഹി നഹീം ബൻത, വലിയവർക്ക് അവരുടെ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തൊരവസ്ഥ പോലും വരാറുണ്ട്. तमिलनाडु की इस लोक कथा में भी एक छोटा सा चारवाहा कवयित्री ओवैयार को अपनी वाक चातुरी से निरुत्तर कर लेती है. തമിഴ്നാട്ടിൽ സംഭവിച്ച ഈ കഥയിൽ ഒരു ചെറിയ ഷപ്പേർഡ് ബോയ്, ചാർവാഹ ബാലക് ഷപ്പേർഡ് ബോയ് കവയിത്രി ഓവയ്യാർക്കോ, പോയറ്റ്സിനോട്ട് ഓവയ്യാർ എന്ന പേരുള്ള കവയത്രിയെ അപ്പിനെ വാക് ചാതുര്യത്തെ, തൻ്റെ സ്പീച്ചിങ് സ്കില്ല് വെച്ചിട്ട്, നല്ല വാക് ചാതുര്യമായിരുന്നു ആ കുട്ടിക്ക്, നിരുത്തർ കർ ദേത്താ ഹെ, ആൻസർ ഇല്ലാതാക്കി. അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ വാക്കുകൾ ഈ വലിയ പോയറ്റായ നമ്മുടെ ഓവയ്യാറിന് ആൻസർ ഇല്ലാതാക്കി, ഉത്തരം മുട്ടിച്ചു എന്ന്. പെഹലെ ഓവയ്യാർ കുച്ച് ലജ്ജ അനുഭവ കർത്തി ഹെ, ആദ്യം ഓവയ്യാർ ലജ്ജിച്ചു, പക്ഷേ ബാദ് മേ പ്രസന്ന ഹോക്കർ ഉസേ ഗല ലഗാ ദേത്തി ഹെ. ഫസ്റ്റ് ഈ കുട്ടിയുടെ വാക്ക് കേട്ടപ്പോൾ ലജ്ജിച്ചു, എന്താ ഈ സംഭവം എന്ന് ഓർത്തിട്ട് പിന്നീടാണ് സന്തോഷം തോന്നി ആ കുട്ടിയെ ചേർത്ത് പിടിച്ചത്. എസ് സീഖ് മോറൽ, ബഡോं का सम्मान करना, रेस्पेक्टिंग एल्डर्स, बड़ों का सम्मान करना, सहयोग सहायता करना, हेल्प एंड सपोर्ट, बुद्धिमत्ता इंटेलिजेंस, वाक चातुर्य स्पीच टैक्ट, गुण ग्रहण करना टू रिसीव क्वालिटी आत्मविश्वास, सेल्फ कॉन्फिडेंस. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുകയാണ്. ബഡോं का सम्मान करना, വലിയവരെ ബഹുമാനിക്കുക, സഹായത करना, സഹായിക്കേണ്ടവരെ സഹായിക്കുക, ബുദ്ധിമത്ത, ബുദ്ധിയോടെ, ഇൻ്റലിജൻസ്, ബുദ്ധിയോടെ ചിന്തിക്കുക, വാക് ചാതുര്യ, നല്ല സ്പീച്ചിങ് ടാലൻറ്റ്, സ്പീച്ച് ടാക്റ്റ്, ഗുൺ ഗ്രഹൺ കർണ, ടു റിസീവ് ക്വാളിറ്റി, നല്ല ഗുണത്തെ മാത്രം നമ്മൾ സ്വീകരിക്കുക, നല്ല ഗുണങ്ങളെ മാത്രം സ്വീകരിക്കുക, മറ്റതൊക്കെ അവോയ്ഡ് ചെയ്യുക, തിരസ്കരിക്കുക. ആത്മവിശ്വാസ്, സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വേണം ആദ്യം. ആത്മാവിനെ വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താ, നമ്മളെ ആദ്യം ഒന്ന് വിശ്വസിക്കണം. നമ്മളിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആത്മവിശ്വാസം, എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും, പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാവണം. എന്ത് കേട്ടാലും എനിക്കത് പറ്റും എന്നുള്ളൊരു വിചാരം വേണം. അത്രയും കാര്യങ്ങൾ സീഖ്. വൺസ് മോർ, ബഡോं का सम्मान करना, सहयोग सहायता करना, बुद्धिमत्ता, वाक चातुर्य, गुण ग्रहण करना, आत्मविश्वास. Okay, move to the chapter. Listen.
बहुत पहले तमिलनाडु में एक बड़ी कवयित्री रहती थी। उसका नाम ओवैयार था। उसकी विद्वत्ता के कारण पूरे राज्य के लोग उसका बहुत सम्मान करते थे। बड़े बड़े विद्वान भी उसकी कविताओं से मंत्रमुग्ध हो जाते थे। समय समय पर ओवैयार राज दरबार में होने वाली कवि गोष्ठियों में भी भाग लेती थी। ओवैयार जब रास्ते से गुजरती थी तो लोग उसे साथ जोड़कर प्रणाम करते थे। छोटे तो छोटे, बड़े भी ओवैयार को देखकर उसके लिए रास्ता छोड़ देते हैं। बहुत पहले തമിഴ്നാടു में एक बड़ी कवयित्री रहते थे. കുറേ കാലം മുൻപാണ് തമിഴ്നാട്ടിലെ ഒരു വലിയ പേര് കേട്ട ഒരു പോയറ്റ്സ് ഉണ്ടായിരുന്നു. उसका नाम ओवैयार था. उसका नेम ओवैयार. उसकी विद्वत्ता के कारण, അവരുടെ സ്കോളർ കഴിവ് ബുദ്ധി കാരണം പൂരെ രാജ്യ के लोग उसका बहुत सम्मान करते थे. രാജ്യത്തെ മുഴുവൻ ആളുകളും അവരെ सम्मान करते थे, റെസ്പെക്റ്റ് ചെയ്തിരുന്നു. बड़े बड़े विद्वान भी उसकी कविताओं में मंत्रमुग्ध हो जाते थे. बड़े बड़े विद्वान, വളരെ ഒരുപാട് കഴിവുള്ള വിദ്വാൻമാർ, കഴിവുള്ളവരൊക്കെ उसकी कविताओं से मंत्रमुग्ध हो जाते थे. അവരുടെ കവിതയിൽ മുഴുകിപ്പോകുമായിരുന്നു. അത്രയും പേര് കേട്ട നല്ലൊരു കവയിത്രി, പോയറ്റ്സ് ആയിരുന്നു ओवैयार. समय समय पर ओवैयार राज दरबार में होने वाली कवि गोष्ठियों में भी भाग लेती है. ചില സമയങ്ങളിലൊക്കെ ഓവയ്യാർ റോയൽ കോർട്ടിലുള്ള കവി സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. റോയൽ കോർട്ട്, രാജദർബാർ, രാജകൊട്ടാരം. ഓവയ്യാർ ജബ് രാസ്തേ സെ ഗുസർത്തി थी. ഓവയ്യാർ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോഗ് ഉസെ ഹാത്ത് ജോഡ്കർ പ്രണാം കർത്തെ ഹെ. ലോഗ് ഉസെ ഹാത്ത് ജോഡ്കർ പ്രണാം കർത്തെ थे. പ്രണമിക്കുമായിരുന്നു. ചോട്ടെ തോ ചോട്ടെ, ചെറിയവരും അതുപോലെ ബഡേ ധോ, വലിയവരും. ഓവയ്യാർ കോ ദേഖർ, ഓവയ്യാറിനെ കാണുമ്പോൾ ഉസ്കെ ലിയെ രാസ്ത ചോട് ദേത്തെ ഹെ, അവർക്ക് വഴി മാറിക്കൊടുക്കുമായിരുന്നു. അത്രയും ബഹുമാനം അർഹിക്കുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ओवैयार. ओके. बहुत पहले तमिलनाडु में एक बड़ी कवयित्री रहती थी. उसका नाम ओवैयार था. उसकी विद्वत्ता के कारण पूरे राज्य के लोग उसका बहुत सम्मान करते थे. बड़े बड़े विद्वान भी उसकी कविताओं से मंत्रमुग्ध हो जाते थे. समय समय पर ओवैयार राज दरबार में होने वाली कवि गोष्ठियों में भी भाग लेती थी. ओवैयार जब रास्ते से गुजरती थी तो लोग उसे हाथ जोड़कर प्रणाम करते थे. छोटे तो छोटे, बड़े ओवैयार को देखकर रास्ते छोड़ देते हैं. ओके, डिड यू गेट? Yes, next paragraph. Read with me once. एक दिन दोपहर के समय ओवैयार बाजार की तरफ जा रही थी. जिस सड़क पर वह चल रही थी उसके दोनों ओर जामुन के पेड़ लगे थे. उन पेड़ों पर जामुन लदे हुए थे. काले काले रसदार जामुन देखकर ओवैयार के मुंह में पानी आ गई. लेकिन जामुन से सभी पेड़ ऊंचे थे. उसके सामने समस्या थी कि वह जामुन कैसे तोड़े. के लिसन. एक दिन दोपहर के समय, दोपहर, आफ्टरनून, बाजार की ओवैयार बाजार मार्केट तरफ जा रही थी. മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജിസ് സടക്ക് पर वह चल रही, സടക്ക് റോഡ്, അവർ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലും उसके दोनों और രണ്ട് ഭാഗത്തും जामुन के पेड़ लदे हुए थे. जामुन, ബെറീസ്, ഞാവലിൻ്റെ जामुन का पेड़ लदे हुए थे, നിറഞ്ഞിരിക്കുന്നുണ്ട്. उन पेड़ों पर जामुन लदे हुए थे, അതിലെല്ലാം നിറയെ जामुन. काले काले रसदार जामुन, काले ब्लैक जूसी जामुन देकर, रसदार जामुन देकर ओवैयार के मुंह में पानी आ गया.
പാനി ആകെയാ കൊതി വന്നു എന്നർത്ഥം. ലേക്കിൻ ജാമുൻ സഭി പേട് ഊഞ്ചേ പക്ഷേ ജാമുൻ കെ സഭി പേട് ഓൾ ട്രീസ് ഊഞ്ചേ ഇതാ വളരെ ഉയരത്തിലായിരുന്നു. സ്കേ സാമനെ സമസ്യ എഴുതി. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നമായി. കി വഹ് കൈസേ ധോടെ, അതെങ്ങനെ കിട്ടും, പറിച്ചെടുക്കാൻ പറ്റും എന്നുള്ള വലിയൊരു പ്രശ്നം അവരുടെ മുന്നിൽ ഉണ്ടായി. ഓക്കെ, ഡിഡ് യു ഗെറ്റ്? യെസ്, ലിസൺ നെക്സ്റ്റ് പാരഗ്രാഫ്. वृद्धावस्था में बालकों की read with me once. वृद्धावस्था में बालकों की तरह पेड़ पर चढ़ जाना उसके वश की बात नहीं थी. वह आसपास देखने लगी कि शायद कोई बच्चा दिख जाए. तभी ओवैयार की नज़र एक पेड़ पर पड़ी. पड़ी. वहाँ में एक चारवाहा लड़का चढ़ा हुआ जामुन खा रहा था. वहाँ एक there is one shepherd boy जामुन खा रहा था. കഴിച്ചുകൊണ്ടിരിക്കുന്നു ജാമുൻ. वृद्धावस्था में बालकों की तरह पेड़ पर चढ़ जाना उसके वश की बात नहीं है. കുട്ടികളെപ്പോലെ മരത്തിൽ ചാടിക്കയറുക ഈ വൃദ്ധകാലത്ത് എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ. വഹ് ആസ് പാസ് ദേഖിനെ ലഗി, അവിടെയൊക്കെ നോക്കി അപ്പുറത്തപ്പുറത്ത് ആരെങ്കിലും കാണുന്നുണ്ടോ. ഷായത് കോയി ബച്ചാ ദിഖ് ജായേ, ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും കാണുമെന്ന് വിചാരിച്ച് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി. തഭി ഓവയാർ കി നസർ ഏക് പേട് പർ പടി. തഭി ഓവയാർ കി നസർ, ദൃഷ്ടി, ഏക് പേട് പർ പടി, ഒരു മരത്തിൽ എത്തി ദൃഷ്ടി. വഹാം ഏക് ചാർവാഹേ കാ ലഡ്ക, അവിടെ ഒരു ഷപ്പേഡ് ബോയ്, ഇടയ ബാലകൻ ജാമുൻ ഖാ രഹാ ഥാ, ജാമുൻ ഇങ്ങനെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബാലകനെ ഓവയാർ കോ ദേഖാ തോ ഛഡ് സേ പ്രണാം കർത്തി കഹാ. ഓവയാറിനെ കണ്ടതും ബാലക് ഛഡ് സേ, പെട്ടെന്ന്, ഛഡ് സേ സഡൻലി പ്രണാം കർക്കെ കഹാ, പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, മൗസി ആൻറ്റി ബഡേ സ്വാദിഷ്ട ജാമുൻ ഹേ, സ്വാദിഷ്ട ജാമുൻ, കഹോ തോ കുച്ച് തുമാരെ ലിയേ ഗിരാ ദൂംഗാ, കഹോ തോ കുച്ച് തുമാരെ ലിയേ ഗിരാ ദൂംഗാ, പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഞാൻ ഇട്ട് തരാം. हे बालक ने ओवैयार को देखा तो झट से प्रणाम करते कहा, मौसी बड़े स्वादिष्ट जामुन है, कहो तो कुछ तुम्हारे लिए गिरा दूंगा. ऐसे रीज़न ओवैयार के मन की मुराद पूरी हो गई. ओवैयार की मन की मुराद पूरी हो गई. वह तो यही चाहती थी. उसने कहा, बेटा मेरा मन तो बहुत कर रहा है, यदि कुछ जामुन गिरा दो तो तुम्हें लाख दुआएं दूंगी. ओवैयार के मन में मुराद पूरी हो गई है, विश कम ट्रू. അവരുടെ ഓവയാറിൻ്റെ മനസ്സിലെ ആഗ്രഹം സഫലമായി. വഹ് തോ യഹി ചാഹത്തി ഥി, അവരാഗ്രഹിച്ചിരുന്നതും ഇതാണ്. വഹ് തോ യഹി ചാഹത്തി ഥി, അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെയായി. അവരാഗ്രഹിച്ചതും അതുപോലെ കുട്ടി പറഞ്ഞതും ഒരേ കാര്യമായി. ഉസ്നെ കഹാ, അവർ പറഞ്ഞു, ബേഠാ മേരെ മൻ തോ ബഹ്ത് കർ രഹാ, എൻ്റെ മനസ്സിലത് വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ജാമുൻ കഴിക്കുക എന്നുള്ളത്. യദി കുച്ച് ജാമുൻ ഗിരാ ദോ തോ, നീ എനിക്ക് കുറച്ച് ജാമുൻ നൽകുകയാണെങ്കിൽ, തുമേ ലാഖ് ദുആയെങ്കി വിൽ ഗീവ് ലാഖ് ബ്ലെസ്സിങ്സ്, യു വിൽ ഗീവ് ലാഖ് ബ്ലെസ്സിങ്സ്, നിനക്ക് തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. ഓക്കെ, बालक ने पूछा मौसी गिरने को तो अभी गिरा दूँ. बालक ने पूछा मौसी गिरने को तो अभी गिरा दूँ, लेकिन कौन से जामुन खाना पसंद करेगी, गरम या ठंडे. यह सुनकर ओवैयार का सिर चकरा गया. बालक ने पूछा, ബാലക് ചോദിച്ചു, മൗസി
ആൻറ്റി ഗിർനേക്ക് തോ അഭി ഗിരാ ദോ, വേണോ വേണമെങ്കിൽ ഇപ്പം ഇട്ടുതരാം. ലേക്കിൻ കോൺ സെ ജാമുൻ ഖാനാ പസന്ത് കരേഗി, ശരി എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ജാമുനാണ് ഇഷ്ടം? ഗരം യാ ടണ്ടേ, ചൂടുള്ളതോ തണുത്തതോ അല്ലേ? ഗരം യാ ടണ്ടേ, ഹോട്ടോ കോൾഡ്. ഓക്കെ. ये सुनकर ओवैयार का सिर चकरा गया. उसने तर्क में बड़े बड़े विद्वानों को परास्त किया था, बहुत सी पोथियाँ पढ़ी थी, फिर भी आज तक कभी जामुनों के ठंडे और गर्म होने की बात नहीं सुनी थी. बालक ने पूछा, मौसी गिरने को तो अभी गिरा दूँ, गिरने को तो अभी गिरा दूँ, നിങ്ങൾ ഇട്ടുതരാണെങ്കിൽ ഇപ്പം ഇട്ടുതരാം. ലേക്കിൻ കോൺ സെ ജാമുൻ ഖാനാ പസന്ത് ഹേ. അപ്പോൾ കുട്ടി ചോദിക്കുക, ചാർവാഹിക്ക ബാലക് അല്ലേ, ഷെപ്പേഡ് ബാലക് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയുള്ള ജാമുനാണ് ആവശ്യം? കരകിയ ഗരം യാ ടണ്ടേ, ഹോട്ട് ഓർ കോൾഡ്, രണ്ട് തരം ജാമുൻ ഇവിടെയുണ്ട്, ചൂടുള്ളതും തണുത്തതും. നിങ്ങൾക്കിതിൽ ഏതാ വേണ്ടത്? സുൻകർ ഓവയ്യാർ, ഇത് കേട്ടതും ഓവയ്യാർ സിർ ചക്കരാ ഗയാ, सिर चकरा गया, हेड बॉफल. उसने तर्क में बड़े बड़े विद्वानों को परास्त किया. ഇവർ ഈ ഓവയ്യാറിൻ്റെ പ്രത്യേകത എന്താ? തർക്ക്, അതാ വലിയ വലിയ വിദ്വാൻമാരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ബൗദ്ധസ്യം പോത്തിയാൻ പഠിത്തി, ഒരുപാട് ബുക്സൊക്കെ റീഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഫിർ ഭി ആജ് തക്ക് കഭി ജാമുനോं की ठंडे और गर्म होने की बात नहीं सुनी थी. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, ജാമുൻ ഇങ്ങനെ ചൂടുള്ളതും തണുത്തതുമായിട്ടുള്ള ജാമുൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഇത്രയും കാലമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. ഉസേ സോച്ച് മേം പടാ ദേഖർ ബാലക് ഫിർ കഹ്നെ ലഗ. അപ്പം ഇതിങ്ങനെ ആലോചിക്കുന്നത് കണ്ട് ഈ ബാലകൻ ചോദിച്ചു, ബോലോ മൗസി, ബോലോ ആൻറ്റി, കോൺ സെ ജാമുൻ ഗിരാവും, കോൺ സെ ജാമുൻ ഗിരാവും, എങ്ങനെയുള്ള ജാമുൻ ഇട്ടായിരുന്നോ പറയൂ. ഔവയ്യാറിനെ കഹാ, ബേട്ടാ ക്യോं मुझे बूटी से हंसी करता है, भला जामुन भी कहीं गरम और ठंडे होते हैं. നീ എന്താ ഈ പാവം വയസ്സിയായ ഈ അമ്മയെ നീ കളിയാക്കുകയാണോ? ബലാ ജാമുൻ, നല്ല ജാമുൻ ചൂടുള്ളതോ തണുത്തതോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഞാൻ വലിയ വലിയ വിദ്വാൻമാരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് ഇങ്ങനെ രണ്ട് ജാമുനുള്ള വിവരം ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? റീഡ് വിത്ത് മീ വൺസ്. बहुत पहले तमिलनाडु में एक बड़ी कवयित्री रहती थी, उसका नाम ओवैयार था. उसकी विद्वता के कारण पूरे राज्य के लोग उसका बहुत सम्मान करते थे. बड़े बड़े विद्वान भी उसकी कविताओं से मंत्रमुग्ध हो जाते थे. समय समय पर ओवैयार राज दरबार में होने वाली कवि गोष्ठियों में भी भाग लेती थी. ओवैयार जब रास्ते से गुजरती थी तो लोग उसे हाथ जोड़कर प्रणाम करते थे. छोटे तो छोटे, बड़े भी ओवैयार को देखकर उसके लिए रास्ता छोड़ देते थे. एक दिन दोपहर के समय ओवैयार बाजार की तरफ जा रही थी. जिस सड़क पर वह चल रही थी उसके दोनों ओर जामुन के पेड़ लगे थे. उन पेड़ों पर जामुन लदे हुए थे. काले काले रसदार जामुन देखकर ओवैयार के मुंह में पानी आ गया, लेकिन जामुन के सभी पेड़ ऊंचे थे. उसके सामने समस्या किए थे, जामुन कैसे तोड़े? वृद्धावस्था में बालकों की तरह पेड़ पर चढ़ जाना अपनी उसके वश में बात नहीं थी. वह आसपास देखने लगे कि शायद कोई बच्चा दिख जाए. तभी ओवैयार की नज़र एक पेड़ पर पड़ी. वहाँ में एक चारवाहे का लड़का चढ़ा हुआ जामुन खा रहा था. वहाँ बालक ने ओवैयार का देखा तो छट से प्रणाम कर दिया. प्रणाम करके कहा, क्या कहा? मौसी बड़े स्वादिष्ट जामुन, बड़े स्वादिष्ट जामुन है, कहो तो कुछ तुम्हारे लिए गिरा दूंगा. ओवैयार के मन की मुराद पूरी होगी.
वह तो यही चाहती थी। उसने कहा, बेटा मेरा मन तो बहुत कर रहा है, यदि कुछ जामुन गिरा दो तो तुम्हें लाख दुआएं दूंगी। बालक ने पूछा, मौसी गिरने के तो अभी गिरा दूं, लेकिन कौन से जामुन खाना पसंद करोगी, गरम या ठंडे? यह सुनकर ओवैयार का सिर चकरा गया। उसने तर्क में बड़े बड़े विद्वानों को परास्त किया गया था, बहुत सी पोथियाँ पढ़ी थी, फिर भी आज तक कभी जामुने ठंडे और गर्म होने की बात नहीं सुनी थी। ओके, हैव यू गेट? All of you read well. Okay, thank you. Today that's enough. All of you read well this chapter. Yes, we will take next class in the rest of it. Okay, thank you.